വളരെ സന്തോഷം. നമ്മുടെ സ്കൂളിൻ്റെ 100ാം വാർഷികമാണ്. മറ്റേ പ്രിയപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ സ്കൂളിൻ്റെ 100ാം വാർഷികത്തിൽ ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അങ്ങനെയല്ലേ? അല്ലേ? നമ്മുടെ സ്കൂൾ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ ഇവിടെ പഠിക്കുമ്പോൾ അല്ലേ നിങ്ങൾക്ക് സന്തോഷമില്ലേ? അല്ലേ? 100 വർഷമായി ഈ സ്കൂൾ ഇവിടെ അല്ലേ? ഈ പൂക്കാട് ഏരിയയിൽ 100 വർഷം ഒരു സ്കൂൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത്ര ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? എത്ര ആൾക്കാർ ഈ സ്കൂളിൽ പഠിച്ചു പോയിട്ടുണ്ടാവും. ഇന്ന് വൈകുന്നേരം ഇവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ്. ഇന്നലെ ഘോഷയാത്ര നടന്നു. 100 വർഷം പിന്നിട്ട് 100ാം വാർഷികം ആഘോഷിക്കുന്ന വർഷത്തിൽ ഈ വിദ്യാലയത്തിന്റെ ഭാഗമാകുക എന്നുള്ളത് നമ്മുടെ പിഞ്ചു കുട്ടികൾക്ക് വളരെ സന്തോഷമുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ മാരും അല്ലെങ്കിൽ രക്ഷിതാക്കളും അവരുടെ രക്ഷിതാക്കളും ഈ വിദ്യാലയത്തിൽ നിന്ന് അക്ഷരം നുകർന്നിട്ടുണ്ടാവും. എന്തായാലും ഈ സന്തോഷവേളയിൽ നമ്മുടെ ഈ 100ാം വാർഷികത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് പതാക ഉയർത്തുന്നതോടുകൂടി നടക്കുന്നത്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഒരു ഉത്സവമാണ്. അപ്പോൾ നമ്മൾ 100ാം വാർഷികം ആഘോഷിക്കുന്നപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് നമ്മൾ വിവിധ പരിപാടികളുമായിട്ട് 100ാം വാർഷിക ആഘോഷങ്ങൾ നടക്കുന്ന ഈ വേളയിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഔദ്യോഗികമായിട്ട് ഒരു തുടക്കമാണ് ഇപ്പോൾ പതാക ഉയർത്തലോടുകൂടി നടക്കുന്നത്. സന്തോഷം, നമ്മുടെ സ്കൂളിനെ കുറിച്ചുള്ള സന്തോഷം, നമ്മുടെ നാടിനെ കുറിച്ചുള്ള സന്തോഷം, നമ്മുടെ പഠനത്തിൽ മികവ് പുലർത്തിയതും ഇനിയും മുന്നേറാനുള്ള സന്തോഷം, ഇതൊക്കെ നമ്മിലുണ്ടോ എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുണ്ടായത്. ആ സന്തോഷം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുക എന്നതാണ്. ഈ ആഘോഷത്തോടു കൂടി ഇവിടെ ഈ ലൈറ്റുകളൊക്കെ അണയുക എന്നതല്ല, ഇവിടെ പ്രകാശിച്ച ലൈറ്റുകളുടെ പ്രകാശം നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നതാണ്. ആ പ്രകാശം എന്നെന്നും നിലനിൽക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. എല്ലാ പൊന്നുമക്കളുടെയും ഹൃദയത്തിൽ സുന്ദരമായിട്ടുള്ള വെളിച്ചമുണ്ടാകട്ടെ. ആ വെളിച്ചം മറ്റുള്ളവർക്ക് പകർത്താൻ നമുക്ക് എല്ലാവിധ തുണയും പിന്തുണയും ഒക്കെ ഈ നാടും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം നൽകട്ടെ എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മളൊരു മൊമെന്റോ സമ്മാനിക്കുകയാണ്. ബഹുമാന്യനായ നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠ ആ മൊമെന്റോ അദ്ദേഹത്തിന് കൈമാറുന്നു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മളൊരു ചടങ്ങ് കഴിഞ്ഞ് അടുത്ത പരിപാടിയിലേക്ക് വന്നിരിക്കുകയാണ് അല്ലെ? നമ്മുടെ സ്കൂളിന്റെ 100ാം വാർഷികത്തിന്റെ പതാക ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉയർത്തി. അത് കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കവിതാ ശില്പശാല സംഘടിപ്പിക്കണമെന്ന് എന്റെ അധ്യാപികയും അതുപോലെ തന്നെ നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ നിന്നും പ്രധാന അധ്യാപികയായി റിട്ടയർ ചെയ്ത രാധാമണി ടീച്ചറാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത്. കുഴിയിലിറ്റു
വഴിഞ്ഞ് ചിരി വഴിഞ്ഞ് അതിലൊരിറ്റു ചന്ദ്രൻ ചളി നിറഞ്ഞ് കുഴിയിലിറ്റു വെള്ളം ചിരി വഴിഞ്ഞ് അതിലൊരിറ്റു ചന്ദ്രൻ